പക്ഷേ യെസ്. രാഹുൽ ഗാന്ധി ഒരു ആരോപണം ഉന്നയിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഭരണകക്ഷിക്ക് അനുകൂലമാക്കി തീർക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ആരോപണം. ചില കണക്കുകളും പുറത്തുവിട്ടേക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ ബംഗളൂരു സെൻട്രൽ അവിടുത്തെ ഒരു കണക്ക് ഏതാണ്ട് 40,000-ൽ പരം കള്ളവോട്ടുകൾ, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ അടക്കം ചേർത്തു എന്നുള്ളതാണ് കണക്ക്. രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് BJPക്ക് ഭൂരിപക്ഷം കിട്ടിയ 33,000-ന് അടുത്ത് ഭൂരിപക്ഷം കിട്ടിയ ഏതാണ്ട് 25ഓളം മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അത്രയും മാത്രം ഭൂരിപക്ഷം കിട്ടാനുള്ള കാരണം ഇത്തരത്തിൽ വ്യാജ വോട്ടുകൾ, അതായത് ഒരാളുടെ പേരിൽ തന്നെ 4-5 സ്ഥലങ്ങളിൽ അടഞ്ഞുകിടക്കുന്ന മുറികളുടെ പേരിലും വോട്ടർമാരുണ്ട് എന്ന തരത്തിലുള്ള വോട്ട് ചേർക്കലുകൾ നടന്നു എന്നുള്ളതാണ് ആരോപണം. ഗുരുതര സ്വഭാവമുള്ള ആരോപണമാണ്. അപ്പോൾ ഇതിൽ വസ്തുത ഉണ്ടാകാൻ സാധ്യതയില്ലേ? അല്ല, ഒന്നാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവ് ഈ ലോകം മുഴുവൻ നടന്നിട്ട് ഇന്ത്യ ഗവൺമെന്റിനെ വിമർശിക്കുന്നതും വർത്തമാനം പറയുന്നതും ഏറെ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ കാലങ്ങളിൽ ഏറെ പരിഹാസ്യനാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് ഇന്ത്യയിൽ ആകെ അദ്ദേഹം നടത്തിയ ക്യാമ്പയിൻ, അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മുഴുവനും 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ ഭരണകക്ഷിക്ക് വേണ്ടി പണിയെടുക്കുന്നു. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ കൃത്രിമങ്ങൾ നടക്കുന്നു. കൃത്രിമങ്ങൾ കൊണ്ടാണ് കോൺഗ്രസിനെ തോൽപ്പിച്ച് BJP ജയിച്ചുകൊണ്ടേയിരിക്കുന്നത് തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. എത്ര സഹതാപാർഹമായ അഭിപ്രായമാണ്. കാരണം എന്താ വെച്ചാൽ, തെരഞ്ഞെടുപ്പ് റിസൾട്ട് അംഗീകരിച്ച് തോറ്റവൻ ജയിച്ചവൻ്റെ കൈപിടിച്ച് കുലുക്കി പിരിയുകയും പരസ്പരം ആരോഗ്യപരമായ സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിനുള്ള ജനാധിപത്യം എന്ന് പറയുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തോറ്റു കഴിഞ്ഞാൽ ചിലരുണ്ടല്ലോ, കോടതി വിധി നമുക്കെതിരാണെങ്കിൽ കോടതി തന്നെ വേണ്ട, അപ്പോൾ കോടതി മുഴുവൻ ബൂർഷ്വാ കോടതിയാവുക എന്ന് പറഞ്ഞ പോലെയാണല്ലോ. അപ്പോൾ നമുക്ക് അനുകൂലം, നമ്മൾ ജയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് ശരി, അപ്പോൾ നീതിപൂർവ്വം ഇലക്ഷൻ നടന്നു. അടുത്തൊരു ഇലക്ഷനിൽ നമ്മൾ തോൽക്കുമ്പോൾ അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധാർമികമാണ്, അഴിമതിയാണ് എന്ന് പറയുന്നത് പരിഹാസ്യമല്ലേ നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ നീക്കം, അദ്ദേഹം നേരിട്ട ഈ പരിഹാസത്തെ സ്വന്തം കർമ്മം കൊണ്ട് നേരിടേണ്ടതുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീർഘനാളത്തെ അധ്വാനം, ഹോംവർക്ക് ഇന്നലത്തെ പത്രസമ്മേളനത്തിലുണ്ട്. എളുപ്പമല്ലത്. ഇന്ത്യയെ പോലൊരു രാജ്യത്ത്, ഇത്ര വിപുലമായൊരു രാജ്യത്ത് ഇലക്ഷൻ പ്രോസസ്സിൽ നടന്ന അഴിമതി നടന്നു എന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. കാരണം ലോജിക്കുണ്ട് ആ പറഞ്ഞതിൽ. ഒന്ന്, അദ്ദേഹം ഉന്നയിച്ചത് ഏറ്റവും ഓർമ്മയുണ്ടോ, പ്രേമന ഓർമ്മയുണ്ടോ? അതായത് കൃത്യം കണക്ക് പറയുന്നുണ്ട് മാഷെ. അതായത് കർണാടകയിലെ കൃത്യം സ്ഥലം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം പ്രതീക്ഷ പുലർത്തിയ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലം, അവിടെ കോൺഗ്രസിന് കിട്ടിയ ഭൂരിപക്ഷം 82,000 വോട്ടാണ്. പക്ഷെ അവിടെ ഒരു മണ്ഡലത്തിൽ BJPക്ക് 1.14, അതായത് 1,14,000 ഭൂരിപക്ഷം ലഭിച്ചു. അവിടെ മാത്രം വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ, വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ അടക്കം ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന് വസ്തുതകൾ സഹിതമാണ് പുറത്തുവിടുന്നത്. അതെ, ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന്റെ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും, എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഒരു ഒറ്റയാൾ പട്ടാളം പോലെയാണ് ഈ പോരാട്ടം ഏറ്റെടുത്തത്. അദ്ദേഹത്തിന്റെ പിന്നാലെ കോൺഗ്രസ്സുകാർ കാര്യമായി പിന്തുണച്ചു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ താപ്പാനുകളായ നേതാക്കളൊന്നും അത് ഏറ്റെടുത്തു. ഉറപ്പായിട്ടും. കാര്യം ഈ ബൂത്ത് തലത്തിൽ പ്രവർത്തകർ ഉണ്ടെങ്കിൽ പോലും ഈ തുടക്കത്തിൽ തന്നെ ഈ ക്രമക്കേടുകൾ കെട്ടാമായിരുന്നല്ലോ. എത്ര സമയം എടുത്തു എന്ന് ആലോചിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര കാലമായി. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു സിക്സ്ത് സെൻസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അദ്ദേഹത്തിന് ക്രമക്കേട് നടന്നു എന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ എല്ലാ അവകാശമുണ്ട്. ഉദാഹരണത്തിന് ആദ്യം അദ്ദേഹം ഉന്നയിച്ച മഹാരാഷ്ട്രയിലെ ഇലക്ഷനാണ്. എന്താ കാര്യം, മഹാരാഷ്ട്രയിൽ 6 മാസം മുമ്പ് നടന്ന ഇലക്ഷനിൽ മഹാസഖ്യം ജയിച്ചു. കൃത്യം 6 മാസം കഴിയുമ്പോൾ ആ നാട്ടിലെ മുഴുവൻ വോട്ടർമാരും വലിയൊരു കാറ്റ് പോലെ, കൊടുങ്കാറ്റ് പോലെ മറിയാണ്. അതിന് മാത്രമുള്ള സംഭവങ്ങളൊന്നും, രാഹുൽ ഗാന്ധിയുടെ മരണം, ഇന്ദിരാഗാന്ധിയുടെ മരണം പോലുള്ള മഹാസംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മഹാരാഷ്ട്രയിലും ഇന്ത്യയിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ലോജിക്ക് ശരിയാണ്. പിന്നെ അദ്ദേഹം ഈ കർണാടക ഇലക്ഷനെ കുറിച്ച് പറഞ്ഞത് വളരെ ശരിയാണ്. കർണാടക ഇലക്ഷനിൽ രാഷ്ട്രീയമായി അവർക്ക് ഒരു ചോർച്ചയും ഉണ്ടായിട്ടില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അതെ. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നടന്ന പല മണ്ഡലങ്ങളിലെയും കണക്കുകൾ നോക്കുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് അദ്ദേഹം ഇപ്പം ചെയ്തത്, ഈ അദ്ദേഹത്തിന്റെ കൃത്രിമം നടന്നിരിക്കുന്നു എന്ന് തെളിയിക്കാനാവാതെ അദ്ദേഹം നിസ്സഹായനായിരുന്നു. പക്ഷെ നമ്മുടെ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ TN പ്രതാപൻ സമാനമായ ഒരു ആരോപണം ഉന്നയിച്ചു. ഏതാണ്ട് 40,000 വോട്ടുകൾ പുതിയതായിട്ട് ചേർക്കപ്പെട്ടു എന്നുള്ള തലത്തിൽ അവിടെ BJP ജയിക്കുകയും ചെയ്തു. പക്ഷെ ആ ഉന്നയിച്ച ആരോപണം എത്രത്തോളം അത് ടേക്കപ്പ് ചെയ്തു എന്നുള്ളത് അറിയില്ല. എഴുതില്ല എന്നുള്ളതിന്റെ അതിന്റെ തെളിവ് എന്താണെന്നറിയോ? അന്ന് പ്രതാപൻ ഉന്നയിച്ച ആരോപണം ഇപ്പോൾ VS സുനിൽകുമാർ ഉന്നയിക്കുന്നുണ്ട്. ഈ സുനിൽകുമാറിന്റെ ഗവൺമെന്റ് ആണല്ലോ നാട് ഭരിച്ചിരുന്നത്. അവർക്ക് എന്തായിരുന്നു അന്ന് പണി? അങ്ങനെ കൃത്രിമം നടന്നു എന്ന് TN പ്രതാപൻ പറഞ്ഞാൽ അത് സൂക്ഷ്മമായി പരിശോധിക്കണ്ടേ, എന്നിട്ട് കണ്ടെത്തണ്ടേ? അത് ചെയ്തില്ല. അത് ഞാൻ പറയുന്നു. പൂരം അലങ്കോലമാക്കാൻ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു. ആയിരിക്കണം. എന്തായാലും
ഇപ്പൊ രാഹുൽ ഗാന്ധി ചെയ്തത് എനിക്ക് തോന്നുന്നു നല്ല ഏജൻസിയെയോ അദ്ദേഹത്തിന് തന്നെ വിശ്വാസമുള്ളവരെ കേൾപ്പിച്ചോ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന പണിയല്ലല്ലോ. പക്ഷെ അദ്ദേഹം ചെയ്തു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട പണിയുമാണ്. അദ്ദേഹത്തിന് ഈ വർത്തമാനം പറയുന്നതിലേറെ അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡാറ്റ കണ്ടെത്തി ഒന്ന് ആലോചിച്ചു. ചെറിയ പണിയല്ലല്ലോ അത്. ഇപ്പോ അദ്ദേഹം സ്പെസിമൻ ആയിട്ട് എടുത്തത് ഈ മഹാദേവപുരയാണ്. എന്നുവെച്ചാല് ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലം മഹാദേവപുര മണ്ഡലത്തിന്റെ മാത്രം സ്പെസിമൻ എടുത്തിട്ട് അതൊരു സൂചനയാണ്. ആ സ്പെസിമൻ എടുത്തിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന കണക്കുകൾ വെറുതെ പറയല്ലോ. അദ്ദേഹം പ്രിന്റ് ഔട്ട് ചെയ്ത് കൊടുക്കുകയുമല്ല. അദ്ദേഹം ഈ ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ട് കാണിക്കുകയാണ് പത്രസമ്മേളനത്തിൽ. കോൺഗ്രസ് ആസ്ഥാനത്ത് ഇന്നലെ നടന്ന പത്രസമ്മേളനം കണ്ടിരുന്നില്ലേ? അത് ഗംഭീരമായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു പാഠമാണ്. രാഷ്ട്രീയ പ്രവർത്തകന്മാർ തങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളാവട്ടെ വസ്തുതകളാവട്ടെ, അത് ഒരു കറക്റ്റീവ് ആകണമെങ്കിൽ വസ്തുതാപരമായി പറയണം. ഇപ്പോൾ ഇളകിയല്ലോ, ഇലക്ഷൻ കമ്മീഷനൊക്കെ ഇളകിയിട്ടുണ്ട്. തെളിവ് തരൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് BJP ഇതിനെ പ്രതിരോധിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇങ്ങനെ പത്രസമ്മേളനം നടത്തി ഇങ്ങനെ നാട്ടുകാർക്കിടയിലോട്ട് ഇത് ഇടുന്നതിന് പകരം കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കണമായിരുന്നു, അത് ചെയ്തിട്ടില്ല. കോടതിയെ സമീപിക്കണമായിരുന്നു, അതും ചെയ്തിട്ടില്ല. ഇങ്ങനെ പത്രസമ്മേളനം നടത്തുക വഴി ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണ് BJPയുടെ ആരോപണം. അല്ല, ആരോപിച്ചോട്ടെ. പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ പണി ഈ ഇലക്ഷൻ കമ്മീഷന് പോയി സ്വകാര്യമായി പരാതി കൊടുക്കൽ മാത്രമല്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു? പൊളിറ്റിക്കൽ ലീഡറാണ് അദ്ദേഹം. ഇന്ത്യയുടെ മൊത്തം ജനാഭിലാഷത്തിന്റെ ഒരു പ്രതിപക്ഷ സ്വരമാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ അദ്ദേഹം സ്വീകരിക്കുമായിരിക്കും. ജനങ്ങളുടെ കൂടി സപ്പോർട്ടോടും പിന്തുണയോടും കൂടി ചെയ്യാമല്ലോ ഇനിയുള്ള കാര്യങ്ങൾ. അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ശരി. ഇപ്പോൾ 3 ഇലക്ഷൻ കമ്മീഷനുകൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്ര, ഹരിയാന, കർണാടക ഇലക്ഷൻ കമ്മീഷനുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടനെ തെളിവ് വേണം എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ബേജാറായി എന്നതിന്റെ അർത്ഥം. അപ്പൊ തെളിവ് അദ്ദേഹം കൊടുക്കുമായിരിക്കും. കാരണം ഇന്നലെ ഡിസ്പ്ലേയിൽ കാണിച്ച തെളിവുകൾ മതിയല്ലോ. ആ തെളിവുകൾ വസ്തുതയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക് ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് കാണിക്കുന്ന ഡാറ്റ കള്ളത്തരം കാണിക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല ആ ഡാറ്റയിൽ എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഒന്നുകിൽ തെറ്റ് സമ്മതിക്കേണ്ടി വരും, റിവൈസ് ചെയ്യേണ്ടി വരും. ബീഹാറിൽ നടക്കുന്നത് പോലെ ഇന്റൻസീവ് ആയിട്ടുള്ള വോട്ടർ പട്ടിക പുതുക്കി ഉത്തരവിടേണ്ടി വരും. കാരണം ഇപ്പോൾ ആ കാര്യം ആലോചിച്ച് നോക്കും. ഒരു ബ്രൂവറി, ഒരു ഉദാഹരണത്തിന് ഒരു ഫാക്ടറി എന്നുവെച്ചാൽ ഒരു മദ്യനിർമ്മാണ കമ്പനിയുടെ ലേബലിൽ 86 വോട്ടോ ഒരു കമ്പനിയിലേ. പക്ഷെ മാഷെ, രാഹുൽ ഗാന്ധിയുടെ ഒരു ഹിസ്റ്ററി നോക്കണം. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ആദ്യം അവർക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ആധികാരികതയെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു, നോട്ട് നിരോധന കാര്യത്തെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു, റാഫേൽ യുദ്ധവിമാന കരാറിനെ കുറിച്ച് സംശയം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലാണ്ട് അത് തെളിയിക്കപ്പെടാനോ അതിൻ്റെ പേരിൽ ജനങ്ങളെ അണിനിരത്താനോ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുതയുണ്ടല്ലോ. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ പരാജയത്തെ നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നില്ല. ഒപ്പം നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേച്ചറോ രാഹുൽ ഗാന്ധിയുടെ ഒരു കാലിബറോ ഉള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തെ പിന്തുണക്കാൻ കോൺഗ്രസിൽ ഉണ്ടോ എന്ന ചോദ്യം കൂടി വളരെ പ്രധാനമാണ്. പിന്നെ രാഹുൽ ഗാന്ധിക്ക് എന്തൊക്കെ താല്പര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും ഈ താപ്പാനകളെ പോലെ നിക്ഷിപ്ത താല്പര്യങ്ങൾ അദ്ദേഹത്തെ നയിക്കുന്നു നമുക്ക് പറയാൻ വയ്യ. പിന്നെ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ നേതാവിനും ഉള്ളതിനേക്കാളും ഒരു പാരമ്പര്യത്തിന്റെ വീര്യം അദ്ദേഹത്തിനുണ്ട്. ദേശത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരു 2 പേരെങ്കിലും ആ കുടുംബത്തിലുണ്ട്. മുത്തശ്ശിയുണ്ട്, അച്ഛനുണ്ട്. ഏതു നേരത്തും രാജ്യത്തിന് വേണ്ടി കൊടുക്കാനുള്ളതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വിട്ടുപോകാം, ലോകത്തിൽ എവിടെയും പോയി ജീവിക്കാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനെ കുറിച്ച് നമുക്ക് ചോദ്യം ചെയ്യാൻ വയ്യ. പിന്നെ അദ്ദേഹത്തിന്റെ ഇന്റൻഷനെയും ചോദ്യം ചെയ്യാൻ വയ്യ. പിന്നെ അദ്ദേഹത്തിന് ഇതൊക്കെ സപ്പോർട്ടിംഗ് ഡാറ്റ കിട്ടുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് ഭരിച്ച കാലത്തും നടന്ന ഇടപാടുകളുണ്ട്. അന്നും ഇതുപോലുള്ള കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ട്. 2, ഇപ്പോൾ എന്തുന്നയിച്ചാലും ഈ ഗവൺമെന്റിന്റെ ഏജൻസികൾ കൊണ്ട് ഇവരെയൊക്കെ വേട്ടയാടുന്ന സ്വഭാവമുണ്ട്. ഇതൊക്കെ നമ്മൾ കാണണം. ഇതെല്ലാം ചേർന്നുകൊണ്ടാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന് പറ്റിയതും കോൺഗ്രസിന് പറ്റിയതുമായ സകലമാന അബദ്ധങ്ങളും സമ്മതിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയണം, ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന മാതൃകാപരമായ ഒരു ജനാധിപത്യ പ്രക്രിയ. പക്ഷേ ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുക. അതായത് നമ്മുടെ ജുഡീഷ്യറി അടക്കം കൃത്യമായി പൊളിറ്റൈസ് ചെയ്യപ്പെട്ടു, രാഷ്ട്രീയ നിയമനങ്ങൾ നടന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഈ ആക്ഷേപം, തെളിവുകൾ സഹിതം ഉന്നയിക്കുന്ന ആക്ഷേപത്തിന്റെ ഭാവി നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഊഹിക്കുമ്പോൾ തന്നെ ഇതിനൊക്കെ ഒരു ത്രഷോൾഡ് ഉണ്ട് പ്രേമ. ഇത് ജനം സഹിക്കുന്നതിന് പരിധി ഉണ്ടാവും. ഇതൊക്കെ ഇതെല്ലാവരും ചേർന്ന് ഈ പറഞ്ഞ നെക്സസ് ഉണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസ് അവരുടെ കാലത്ത് കാണിച്ച അബദ്ധങ്ങളുടെയും അഴിമതിയും മൂടിവെക്കാൻ BJPയുടെ കാലത്ത് BJP സൗകര്യം ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ BJP ഭയപ്പെടുത്തുകയോ ഒക്കെ ചെയ്യും. പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനമുണ്ട്. ജനത്തിന്റെ കയ്യിൽ ഇത് എളുപ്പമാണ്. ജനമാണല്ലോ അന്തിമമായ പരമാധികാരി. അതുകൊണ്ട് ഈ ആശങ്ക ശരിയാണ്. നമ്മുടെ എല്ലാ സിസ്റ്റവും, ജനാധിപത്യത്തിന്റെ എല്ലാ സിസ്റ്റവും, എന്തിനേറെ പറയുന്നു, ഏറ്റവും ഒടുവിൽ മലയാളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ ജേർണലിസ്റ്റ് എന്നോട് പറഞ്ഞത്, ദ മോസ്റ്റ് കറപ്റ്റ് ഡെമോക്രാറ്റിക് ഏജൻസി ഈസ് മീഡിയ ഇറ്റ്സെൽഫ്.
എവിടെയാണ് അഴിമതി ഇല്ലാത്തത്? 4 കാശും കൊടുത്തിട്ടല്ലേ ശ്വേതാ മേനോനെതിരെ 4 മുക്കാലും കൊടുത്തിട്ട് കേസ് കൊടുക്കാൻ വിട്ടാൽ എന്തും നടക്കും. അതാണ് മീഡിയ. അപ്പോൾ എല്ലാം അഴിമതിവൽക്കരിക്കുന്നു, അഴിമതി ബാധിച്ചിരിക്കുന്നു എന്നൊക്കെ സത്യമാണ്. പക്ഷേ ഒരു 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 മൂല്യം അപ്പോഴും മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകും. ആ മനുഷ്യനാണ്, ആ മൂല്യബോധമുള്ള മനുഷ്യനാണ് ഇന്ത്യയുടെ മഹാരാജാവ്. അവനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവനിതിന് കണക്ക് തീർക്കും. അത് രാഷ്ട്രീയം നോക്കിയിട്ടാവില്ല, ധാർമ്മികതയ്ക്ക് വേണ്ടി കണക്ക് തീർക്കും. ആ പ്രതീക്ഷയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വലിയ മൂല്യം.